ഹായ്, ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമുക്ക് ഈ ഡബിൾ ചിന്നില്ലേ അതിന് കൊടുക്കാവുന്ന അത് എക്സസൈസാണ്. ഇതൊരു ബ്യൂട്ടി വ്ളോഗൊന്നുമല്ല, ഒരാൾ ചോദിച്ചതിന് ഒരു പറയുന്നൊരു എക്സസൈസാണ്. നമുക്ക് ഈ കയ്യിൽ, കഴുത്തിൻ്റെ പുറകിൽ, ബ്രസ്റ്റിലൊക്കെ നമുക്ക് കൊഴുപ്പിറങ്ങും. വയറിലും പ്രത്യേകിച്ച് പറയണ്ട. അപ്പോൾ നമുക്ക് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കൊഴുപ്പിറങ്ങും കേട്ടോ. അല്ല നമ്മളെ ഫേസിൽ ഉൾപ്പെടെ. അപ്പോൾ നമുക്ക് കവിളൊക്കെ തൂങ്ങുന്ന ആൾക്കാരുണ്ട്. നമ്മൾ സൂമ്പ പോലുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യുമ്പോൾ ഫേസ് നന്നായിട്ട് സ്ലിം ആവുന്നത്. നമ്മൾ ഈ കാണിക്കുന്ന വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ ഫാറ്റ് പോയിട്ട് നന്നായിട്ട് സ്ലിം ആവുന്നതുണ്ട് കേട്ടോ ഫേസൊക്കെ. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ മടിയുള്ളവർക്ക് ഫേസിന് മാത്രം കൊടുക്കുന്നത് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ബ്യൂട്ടി ബ്ലോഗ് ചെയ്യുന്നവർ ഇതിനെക്കാട്ടി വലുതായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. എനിക്കറിയാവുന്ന ഞാൻ പഠിച്ച കുറച്ച് കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ഇതേ ഫേസ് ഇതിനൊക്കെ ഉയർത്തുക കേട്ടോ. മുകളിലേക്ക് നന്നായിട്ട് ഉയർത്തുക കേട്ടോ. നമ്മൾ മലർത്തി പിടിക്കില്ലേ. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാകും നമ്മുടെ ആ താടിയുടെ ഭാഗം നന്നായിട്ട് വലിയും. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഡബിൾ ചിൻ ഇല്ലാത്തതുകൊണ്ട് ഇത് വലിയെന്ന് കാണിക്കാൻ പറ്റില്ല. എങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ ഏകദേശം വലിയെന്നായിട്ട് നിങ്ങൾക്ക് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിത് എത്ര വട്ടം വേണമെങ്കിലും ചെയ്യാം, എല്ലാ ദിവസവും. ഒരു റൊട്ടീൻ പോലെ നിങ്ങൾ ചെയ്തു. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വേണം എന്നും പറഞ്ഞ് നമ്മൾ ചെയ്താൽ അതിനുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ സെക്കൻഡ് വരുന്നത് വാ തുറക്കുക. അതായത് ഫേസ് മുകളിലേക്ക് ഉയർത്തില്ലേ, ആ സമയത്ത് നമ്മൾ വാ ഇങ്ങനെ തുറക്കുക, പിന്നെ അടയ്ക്കുക. അങ്ങനെ ഫേസ് മുകളിലേക്ക് ഉയർത്തുമ്പോൾ തുറന്നാൽ മതി കേട്ടോ. ഇത് നിങ്ങൾക്ക് പറ്റുന്ന അത്രയും എണ്ണം ചെയ്യുക. ഞാൻ ഇതിൽ എണ്ണം ഇത്രയെന്ന് പറയാത്തത് വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ നമ്മൾ പറയുന്ന ഒരെണ്ണം ഒരൊക്കെ ചെയ്യണമെന്ന് പറ്റണമെന്നില്ലല്ലോ. വർക്കൗട്ട് പോലും ഞാൻ അതുകൊണ്ട് അങ്ങനെ എണ്ണം പറയും. ചിലതിന് എണ്ണം പറയുന്നുണ്ട് കേട്ടോ. പിന്നെ തേർഡ് വരുന്നത് ഇതേപോലെ ഫേസ് ഇങ്ങനെ നമ്മുടെ ആ താടിയുടെ ഭാഗം ഉണ്ടല്ലോ പുറകിലേക്ക് നിങ്ങൾക്ക് ഈ ബ്യൂട്ടി പാർലറിൽ പോകുന്നവർക്ക് അറിയാലോ, ഇങ്ങനെ ഫേസ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഇതേപോലെ ഇങ്ങനെ സ്കിൻ പുറകിലേക്ക് വലിക്കലുണ്ട്. നമ്മളതായത് നമ്മുടെ ഈ സ്കിന്ന് ഒരു ഏജ് കഴിയുമ്പോൾ താഴേക്ക് തൂങ്ങും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഫേസൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കുമ്പോഴോ ക്രീം യൂസ് ആക്കുമ്പോഴൊക്കെ താഴേക്ക് ഇങ്ങനെ തേക്കരുത്. സ്കിൻ ഇങ്ങനെ താഴേക്ക് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇതേ കണക്ക് ഇങ്ങനെ പുറകിലേക്ക് ഇങ്ങനെ വലിക്കുക. അപ്പോൾ ഇതെങ്ങനെ വരും കേട്ടോ. ഇതേ കണക്കുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതേപോലെ. അപ്പോൾ അത് നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ എണ്ണയോ ക്രീമോ ഒക്കെ പുരട്ടിട്ട് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു ടൈറ്റ്നെസ് വരും ഇവിടെ ഇങ്ങനെ നമ്മൾ പുറകിലേക്ക് പോകാനായിട്ട്. അത് നിങ്ങൾ ഫേസിൽ മസാജ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേ കണക്ക് ഇങ്ങനെ കണ്ടോ പുറകിലേക്ക് ഒന്ന് വലിച്ചിട്ട് സൈഡിലേക്ക് കൊടുക്കുക കേട്ടോ. ഇതേ കണ്ടോ ഇതേ കണക്ക് അങ്ങനെ തന്നെ കൊടുക്കണം കേട്ടോ. കണ്ടോ അങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്ര വട്ടം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കാണാൻ മനസ്സിലാകുന്നുണ്ട് നമ്മൾ ആ ഫേസിൽ വരുന്ന ഡിഫറൻറ്റ് ഉണ്ടോ ഇങ്ങനെ വലിക്കുമ്പോൾ. അപ്പോൾ ഇത് പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് കൊഴുപ്പിറങ്ങുന്ന നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ചിലർക്ക് ചില മരുന്നുകൾ കഴിക്കുന്നവർക്ക് ഇതേപോലെ കൊഴുപ്പ് നമ്മളൊക്കെ, അതായത് ഈ വണ്ണം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊഴുപ്പാണല്ലോ, ശരീരത്തിൽ കൊഴുപ്പിറങ്ങും. അപ്പോൾ ചിലർക്ക് ഈ മെഡിസിനൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ശരീരം ഫുള്ള് വണ്ണം കുറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ട്. പിന്നെ അസുഖ സംബന്ധമായിട്ട് കൊഴുപ്പ്, അങ്ങനെ പല രീതിയിൽ കൊഴുപ്പുണ്ട്. ഉണ്ടാവുന്ന കൊഴുപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മാക്സിമം കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം ഉള്ളിലേക്ക് എടുക്കാൻ നോക്കാം. നമ്മൾ ഈ എന്തും നമ്മൾ ഫേസിന് കൊടുക്കുന്ന ആയിക്കോട്ടെ, ശരീരത്തിന് കൊടുക്കുന്ന ആയിക്കോട്ടെ, എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഭക്ഷണവും കൂടെ നിയന്ത്രിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ എണ്ണയിൽ വറുത്തത് കരിച്ചത് അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കുറയ്ക്കുകയോ നിർത്തുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ പഠിച്ച ഒരു അറിവ് വെച്ചിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് താല്പര്യമുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, റിസൾട്ട് ഉണ്ടാവും. ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.